അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇന്നത്തെ തുടക്കം സുലൈമാൻ ബാവൻ്റെ പേരിലുള്ള പാട്ട് കൊണ്ടാണ് തുടങ്ങുക. ഒരു അടിപൊളി പാട്ട് അങ്ങനെ പാടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടുണ്ടാകണമെന്നല്ലാണ്. ബാബനെ പറ്റിയിട്ടൊരു പാട്ട്. ബാവാ ഒന്ന് പാടിക്കാണി. നിങ്ങൾ മരിക്കും, ഞാനിവിടെ തന്നെയുണ്ടാകും. സുലൈമാൻ ബാവ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്രേ. നൗഷു വിശദീകരിക്കുന്നു. നിങ്ങൾ മരിക്കും, ഞാനിവിടെ തന്നെയുണ്ടാകും. നല്ല അടിപൊളി രീതിയിലുള്ള പാട്ട് അല്ലേ? നല്ല അടിപൊളി രീതിയിലുള്ള പാട്ട്, നല്ല രസമുള്ളൊരു പാട്ട്. പക്ഷേ ഇതിൽ ശിർക്കും കുഫ്രൊന്നുമില്ല. ഇതിൽ ശിർക്കും കുഫ്രൊന്നും കയറിയിട്ടില്ല. ഇത് നല്ലൊരു പാട്ടാണ്, കേൾക്കാനും നല്ല രസമുണ്ട്. കാരണം ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ, സുലൈമാൻ ബാവാം AP ഉസ്താദിനോട് പറഞ്ഞു അത്ര, നിങ്ങൾ മരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ മരിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ ന്യൂസ് എന്ത് ചെയ്തു ഒന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതിനെ പറ്റിയൊരു പാട്ടുണ്ടാക്കുന്നത് വലിയ കുഴപ്പമില്ല, പാട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങനെ പല പാട്ടുകളും കേട്ടപ്പോൾ നൗസൂനൊരു കമ്പം. എന്നാൽ ഇനി കുഫിരിയത്തിൻ്റെ പാട്ട് ഇവർ പാടിയല്ലോ. ആര്? നമ്മളെ ഇവൻ്റെ പാട്ടുകാരൻ കുഫിരിയത്തിൻ്റെ പാട്ട് പാടി. അത് കേട്ട് നോക്കാം നമുക്ക്. അതും കേട്ടിട്ട് നമുക്ക് ഓൻ കുറച്ച് പാട്ടുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവൻ്റെ പൊട്ടത്തരം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ പാടി വിട്ടപ്പോൾ പിന്നെ ഓൻ്റെ ഒരാൾ കുരുവട്ടൂരിൻ്റെ ഒരു പാട്ടുകാരൻ പാടി. ഓൻ പാടിയൊരു പാട്ടുണ്ട്. ബദരിങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരിങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. അല്ല, ഈ പാട്ടും നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എൻ്റെ സാഹിബിൻ്റെ രൂപം മതി നിങ്ങൾക്ക്. എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെയുണ്ട് പാട്ട്? നല്ല രസമാണ്, പാട്ട് നല്ല രസമാണ്. പക്ഷെ എന്തായി? നിങ്ങൾ മരിക്കും, ഞാനിവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള പാട്ട്. ഈ പാട്ടും വ്യത്യാസമല്ലേ? ആദ്യം നമ്മൾ കേട്ട പാട്ടെന്താണ്? സുലൈമാൻ ബാവനെ പറ്റിയിട്ടുള്ള പാട്ടാണ്. വലിയ കുഴപ്പമില്ല, രീതിയൊക്കെ നല്ല കുഴപ്പമുണ്ട്, നല്ല റാഹത്തുണ്ട്. എന്നതുപോലെ നമ്മൾ ഈ പാട്ടുകാരെ കുരുവട്ടൂരി പാട്ടാണ് പാടിയ കേട്ടില്ല നിങ്ങൾ? കുഫിരിയത്തിൻ്റെ പാട്ടാണ്, ഇസ്ലാമെന്ന് പുറത്തോണ പാട്ടാണ്. 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. മടവൂരിനെ പറ്റിയിട്ട് പാടിയതാണ്. മടവൂർ പറഞ്ഞു കണ്ടേ. ഈ 313 ബദരീങ്ങളെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മേലെയായിട്ട് ആരെണ്ണി? മടവൂരിനെണ്ണി. ശരിയാവുമോ? പറ്റൂല മക്കളെ, അത് നടക്കൂല. മടവൂർ വലിയ മഹാനൊക്കെ തന്നെയാണ്, അതെഴുതിയിട്ട് അത് പറ്റൂല, അത് ശരിയല്ല. അത് കുഫിരിയത്തിലേക്ക് മൂർത്തതായി പോവും ആ ജാതി പാട്ടുകൂടെ. മാത്രമല്ല 1000 ശംസുല്ലുലമക്ക് പകരം എൻ്റെ സ്വാഹിബിൻ്റെ രൂപം മതി നിങ്ങൾക്ക് മടവൂർ പറഞ്ഞിരിക്കണത്. ഈ ശംസുല്ലുലമ എന്ന് പറഞ്ഞത് ആരാ? മടവൂർ CM വലിയുള്ളാൻ്റെ ഉസ്താദാ, മടവൂരിൻ്റെ ഉസ്താദാ. ആ മടവൂരിൻ്റെ ഉസ്താദിനെയാണ് ഇപ്പോൾ അത്രയും കൊച്ചാക്കിയിട്ട് പാടുന്നത്. മടവൂരിൻ്റെ ഉസ്താദിനെ അത്രയും താഴ്ത്തി കെട്ടിയിട്ടാണ് പാടുന്നത്. പറ്റുമോ? ചിന്തിച്ചു നോക്കി. നമ്മൾ വെറുതെ പറയല്ല, ഇതൊക്കെ കുരുവട്ടൂരികളാണ്. എന്നിട്ട് ഈ പാട്ടിന് ന്യായീകരിച്ചുകൊണ്ട് നൗഷാദ് വരിക. അങ്ങനെ പാടിയ എന്താ നൗഷാദിനെ അറിയില്ലേ? ഇതെന്താ നൗഷാദിനെ അറിയില്ലേ? അറിയാഞ്ഞിട്ടാണോ? അല്ല, നൗഷാദിനൊക്കെ അറിയാം. നൗഷാദ് അങ്ങനെ അത്ര വലിയ പൊട്ടനൊന്നുമല്ല, ഇപ്പോൾ പൊട്ടനായതാണ്. ഇപ്പോൾ എൻ്റെ ഇൽമിനെ അല്ലാഹു തആല ഊരിയത് കൊണ്ട് ശൈത്താൻ്റെ ഇബിലീസിൻ്റെ ഇൽമായി മാറി. അല്ലാതെ അങ്ങനെ പൊട്ടനൊന്നല്ല. ഓനക്ക് അത്യാവശ്യം കഴിവുള്ള ആളാണ്. ഓനറിയാം ഓൻ ഈ പറയണൊക്കെ പൊട്ടത്തരാണെന്നുള്ളത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണിന്ന്, ഞാൻ വെറുതെ അറിയില്ല. ഇവന് ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ മൊയന്തേജ് പാടിയതെന്നോ ചിലപ്പോൾ രഹസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും.
പരസ്യമായിട്ടും പാട്ടിനെ ന്യായീകരിക്കുക. എന്താ ഇപ്പം അങ്ങനെ പാടിയാൽ? ഒരു പാട്ടുകാരനിപ്പോൾ അങ്ങനെ പാടി എന്താ ഇപ്പം ഇതിന് പ്രശ്നം? എന്താ ഇപ്പം ഇതിന് പ്രശ്നം? ഓൻ ചോദിക്കണം, ഓൻ്റെ ഓരോ വേളയിൽ ചോദിക്കവനെ. എന്നിട്ട് ഇങ്ങനെ ഈ പാട്ട് പാടിയപ്പോൾ രസമുണ്ട്. ഇങ്ങനെ ഈ പാട്ട് പാടിയപ്പോൾ ഇനിയിപ്പോൾ ഈ പാട്ടിന് എന്തെങ്കിലും ഒരു മറുവിദ്യ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഒരു പാട്ടിയിട്ട് വന്നു അവന്. എന്താ പാട്ട്? കാന്തപുര ഉസ്താദിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പേരോട് ഉസ്താദിനെ പറ്റിയിട്ടും പൊന്മൾ ഉസ്താദിനെ പറ്റിയിട്ടും തങ്ങൾ പാപ്പാനെ പറ്റിയിട്ടും ഖലീൽ തങ്ങൾ പാപ്പാനെ പറ്റിയിട്ടൊക്കെ പാടിയ പാട്ട് ആകെ തെരഞ്ഞ് തോറ്റ് ഒരു 3-4 പാട്ടിയിട്ട് വന്നിക്കണം. അങ്ങനെയാണ് പകരം കൊണ്ടുവരുന്നത് വെക്കാൻ പറ്റണ്ടേ? പകരം വെക്കാൻ പറ്റണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്, ശരിയാ. ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണു പോന്നപ്പോൾ ഖത്താദ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ലേ, നബി എൻ്റെ കണ്ണ് വേറിട്ടിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിച്ചാത്ത ചെക്കനാ, അതുകൊണ്ട് ഈ കാര്യം ഇവിടെ റെഡി ആവണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശങ്ങളുണ്ട്, അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച റെഡിയായി കിട്ടണം. ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണ് എടുത്ത് തൂങ്ങിക്കണോടത്തേക്ക് യഥാർത്ഥ സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെച്ച് കൈ കൊണ്ടെന്നാണ് തടവി വെക്കുമ്പോൾ കണ്ണിന് മറ്റേ കണ്ണിനേക്കാളുള്ള കാഴ്ച അടിപൊളി നല്ല ഉഷാറായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാലഘട്ടത്തിന് ശേഷം ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ കള്ളപ്രവാചകനായിട്ട് വന്ന ചങ്ങായി ഇപ്പം നൗഷാദ് പാട്ടേറ്റ് വരുന്ന മാതിരി വന്നാ. ഒരു ചങ്ങായിൻ്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് ചെന്നു, കള്ളപ്രവാചകൻ്റെ അടുത്ത് ചെന്നു, എൻ്റെ ഈ കണ്ണിന് കാഴ്ച വളരെ കുറവാണ്, ഒന്ന് കാഴ്ച തിരിച്ചിട്ടണം എന്നാണ്. അപ്പോൾ എന്തിനാണ് പോയിക്കണെന്ന് വെച്ചാൽ പ്രവാചകൻ്റെ അടുത്തേക്ക് ഖത്താദ റളിയല്ലാഹു തആല അൻഹു പോയിട്ട് തടവിയിട്ട് കിട്ടിയല്ലോ പ്രവാചകന്. അപ്പോൾ അതേമാതിരി ഇവനുണ്ടാവും കൈ വിളിച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നതാ. ഇവൻ്റെ കൈ കൊണ്ട് ഈ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി ഈ ചങ്ങായിൻ്റെ കൈ കൊണ്ട് ആ കാഴ്ചയില്ലാത്ത കണ്ണുമണ തടവിയപ്പോൾ മറ്റേ കണ്ണിൻ്റെ കാഴ്ചയാണ് നിന്നു. മറ്റേ കണ്ണിൻ്റെ കാഴ്ചയാണ് പോയി, കാഴ്ച തിരിച്ചിട്ടേക്കല്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു യോജിപ്പ് വേണ്ടേ? ഒരു യോജിപ്പ് വേണമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പാട്ട് ഇവൻ പാടിയപ്പോൾ ഈ പാട്ടുകാരൻ ഈ പാട്ട് പാടിയപ്പോൾ ഇത് ശിർക്കാണ്, ശരിക്ക് കുഫ്രിയത്തിൻ്റെ പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ആ പാട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് നൗഷാദ് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ഇനി കാന്തപുരം വിഭാഗത്തിൻ്റെ മേലിൽ എന്തെങ്കിലും പാട്ട് ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ആകെ തെരഞ്ഞ് കിട്ടിയ പാട്ടുണ്ട് കുറച്ച്. അതൊന്ന് കേട്ട് നോക്കാം നമുക്ക്. കുറച്ച് ലോങ് ആയി എന്നാ തോന്നുന്നു. ആയിക്കോട്ടെ, ഒന്ന് വരട്ടെ, പാട്ട് കൊണ്ടിട്ടെ. സംഭവമല്ലാത്തവരെ നേതാക്കൾ, ആ നേതാക്കളെ കുറിച്ച് ഇവര് പാടിയ പാട്ടുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ആ പാടിക്കണത്? ആ പാട്ടൊന്ന് വിട്ടാൽ നമുക്കൊന്ന് കേൾക്കാൻ വലിയ പൂതിണ്ടേനു. അതിൻ്റെ ഒരു ചെറിയ 1-2 പാട്ടുകൾ ഞാൻ ആദ്യം കൊണ്ടുവരാണ്. ഇത് ചെറുതാക്കല്ലേ, അത്യാവശ്യം ഉള്ളതന്നെ ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങനെ ശിർക്കാരോപിച്ച് ഇങ്ങോട്ട് വരണ്ട, നിങ്ങളെ പാട്ട് ആദ്യം ഒന്ന് ഗവേഷണം ചെയ്യണ്ട. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ പാട്ടിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ളത്? ഇത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ശിർക്കാരോപിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇങ്ങളെ പാട്ടിൻ്റെ കോലൊന്ന് കാണാം. അഥവാ അതിൻ്റെ അർത്ഥം ആ പാട്ട് ഉണ്ടാക്കിച്ച പാട്ടാണ്. അങ്ങനെ അതിലും വലിയ രസമുണ്ട്. ഇനി ഒമ്പൊക്കെ പാട്ട് കാണിക്കുന്നതിന് മുന്നേ വേറൊരു പാട്ട് കാണിക്കാണ്ട്. കാരണം ഈ മടവൂരിനെ പറ്റിയിട്ടും അതുപോലെ സുലൈമാൻ ബാബിനെ പറ്റിയിട്ടൊക്കെ പാടിയപ്പോൾ പാട്ടുകാരനോട് നൗഷാദ് വലിയ രഹസ്യമായിട്ട് പറഞ്ഞു, അടച്ച് ഞങ്ങളെ പറ്റിയിട്ടൊരു പാട്ടുണ്ടാക്കിയാണ്. ഞങ്ങൾ 3 എത്ര കാലമായി ഇപ്പോൾ ഇതിന് കെട്ടിമറിയിലെടുത്തിട്ട് ഞാനും കുഞ്ഞേമും പമ്പൈസും ഇത് ഞങ്ങളെ പറ്റിയിട്ടൊരു പാട്ടുണ്ടാക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിമുളി ഉണ്ടാക്കിയപ്പോൾ എന്നാൽ ആയിക്കോട്ടെ കിടക്കട്ടെ വിചാരിച്ചിട്ട് കുഞ്ഞേമീനെയും നൗഷാദിനെയും പമ്പൈസിനെയും പറ്റിയാണ്ടൊരു പാട്ടുണ്ടാക്കി. ആ പാട്ടൊന്നും കേട്ടിട്ട് കേൾക്കാം നമുക്ക് കാന്തപുരത്തിൻ്റെ പാട്ട്. ആറിടാത്തടുപ്പു കല്ലുകളുണ്ടിവിടെ ചാട്ടവാറിൻ പ്രഹരമേറ്റ് മോങ്ങിടുന്ന മുക്തിമാരെ വാശിയാൽ മടവൂരിനെതിരെ എറിഞ്ഞിടുന്ന ഫത്വകളെ ചുട്ടെടുത്ത് വറുത്തരച്ച് പിഴുതെറിഞ്ഞവർ മുന്തിടുന്നേ. അത് നല്ല വിറ്റായൊരു പാട്ടായി. കാരണം എന്താ അറിയോ, ഇവൻ രഹസ്യമായിട്ട് പാടാൻ പറഞ്ഞതാണ് ഈ ചങ്ങായിനോട്. ഇന്ന രൂപത്തിലുള്ള പാട്ട് പാടുകൊണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ ഉണ്ടാക്കി, ഏതായാലും ഇവരെ അടുപ്പും കല്ല് എന്നാണല്ലോ വിളിച്ചത്. ആ പേര് നമ്മൾ ഇട്ടതാണല്ലോ.
നമ്മളിട്ടതാണല്ലോ ആ പേര്, നല്ലൊരു പേരാണ്, തിരക്കടില്ലാത്തൊരു പേരാണ്. എന്നാൽ ആ പേര് കൊണ്ട് തന്നെ ഒരു പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു. ആ പാട്ടാണ് ഉണ്ടാക്കി. ആറിടാത്ത 3 അടുപ്പും കല്ലുണ്ട് ഇവിടെ. അതും ആ ചങ്ങായി അങ്ങനെ തന്നെ പാടി. അവൻ ചേട്ടാ അത്ര എനിക്ക് വേണ്ടിയിരുന്നില്ല. എൻ്റെ പാട്ടിനെ അത്ര സപ്പോർട്ട് ചെയ്ത് ആരാടാന്ന് കേരളത്തിലുള്ള നൗഷാദിൻ്റെ മാതിരി. എന്നിട്ട് ജാക്കോലത്തിനോനെ തേച്ച് പാടിയല്ലോ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഓനിപ്പോൾ അതങ്ങനെ തന്നെയാണ്. പൊട്ടത്തിയൊക്കെ പള്ളിയിലുണ്ടായ മാതിരിയാണ്. ഓനിപ്പോൾ അത് വലിയ പുരുഷത്തായിട്ട് കുത്തിരിക്കുകയാണ് ആ പാട്ട് തന്നെ. ഏതായാലും ഇനി മറ്റേ പാട്ട് വരട്ടെ. ഓൻ ശിർക്കാക്കി ആരോപിക്കണ പാട്ട്. അപ്പൊ അതാദ്യം ഇവരിങ്ങനെ കുറെ ആയിട്ടിപ്പോ മറ്റുള്ള ആളുകൾക്കൊക്കെ മാറ്റർ കൊടുത്തതാ. മടവൂര് ശൈഖിനെ കുറിച്ച് പാട്ട് നടക്കുന്നുണ്ട്, അള്ളാനെ കുറിച്ച് പറയുന്ന വിശേഷണാണ് പാടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇവർക്കെന്തും പാടും ചെയ്യാം ഓരോ നേതാക്കളെ കുറിച്ച്. അതൊന്നും ഇവിടെ നടക്കൂല, അതൊന്നും നടക്കൂല ഇവിടെ. അങ്ങനത്തെ ആ പാട്ടൊന്നും നടക്കൂല. നിങ്ങൾ അടുപ്പും കല്ലിൻ്റെ പാട്ടുണ്ടെങ്കിൽ പാടിക്കോളി. ഏതായാലും ഒന്ന് വിടേ, പാട്ട് കേൾക്കട്ടെ. ആദ്യം നമ്മളെ നിയൽവാദിനെ കുറിച്ചൊരു പാട്ടുണ്ട്. എല്ലാരെ കുറിച്ചും പാട്ടാ. പൊന്മണ്ണെ കുറിച്ചൊക്കെ വലിയ പാട്ടാ. എത്ര ഉണ്ടെന്നാ ഈ പാട്ട് ഈ പഹയന്മാർക്ക് പാടാമെങ്കിൽ ലോകം തന്നെ ഭരിക്കുന്ന മഹാന്മാരെ കുറിച്ച് ഓരോ മുഹിബീങ്ങൾക്ക് പാടിക്കൂടെ? പിന്നെ ലോകം നിയന്ത്രിക്കുന്ന ആളുടെ പേരിലൊക്കെ പാടുപോലെ മുഹിബീങ്ങൾക്ക് പാടാം. പക്ഷെ പാട്ട് പാട്ടായിരിക്കണം. പാട്ട് ഏതെങ്കിലും കോലത്തിലുള്ള പാടരുത്. അതാണ് പാട്ടിൻ്റെ പ്രശ്നമേ. 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ രസമാണ് കേൾക്കാൻ. പക്ഷെ അത് ഒരു മുസ്ലിമിന് യോജിച്ച പാട്ടല്ല അവിടെ വിഷയം. സുന്നത്തമായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യോജിച്ച പാട്ടല്ല അവിടെ വിഷയം. പിന്നെ അന്നെ പറ്റിയാണ്ട് പാടിയ പാട്ട് അത് പറ്റും, അത് തിരക്കടില്ലാത്തൊരു പാട്ടാണ്. ആറിടാത്തെ 3 അടുപ്പ് കല്ലുകൾ ഉണ്ട് ഇവിടെ എന്നാണ് പാടിയല്ലോ, അത് നല്ല പാട്ടാണ്. അതിൽ പിന്നെ ശിർക്കൊന്നും വരാല്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ കഥ, ആ പാട്ടിൻ്റെ കഥ. അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. അതേമാതിരി മറ്റേ സുലൈമാമാവിനെ പറ്റി പാടിയല്ലോ. നിങ്ങൾ മരിക്കും ഞാനിവിടെ തന്നെ ഉണ്ടാകും സുലൈമാൻ ബാബ പറഞ്ഞു നൗഷാ വിശദീകരിക്കുന്നു അല്ലേ? വലിയ തിരക്കടില്ല. അങ്ങനത്തെ പാട്ടൊക്കെ പാടാം, അതൊക്കെ തിരക്കടില്ല. ഔലിയ ഞങ്ങൾ മശായിഖിൻ്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് മശായിഖിനെ പിടിക്കുമ്പോൾ അത് എന്താണ് ഏതാണ് നോക്കിയിട്ട് പാടണം. വളക്ക് കത്തണതൊക്കെ വലിയ രസമാണ്, പക്ഷെ പോയി ചുംബിച്ചുമ്പോൾ മൂക്കുമ്പോൾ പൊള്ളും, അത് നോക്കണം. പേരോടിനെ കുറിച്ച് പാടിയതെന്ന് കേട്ടോളൂ, ഒരു ഒറ്റ വരി. ആയിക്കോട്ടെ, കേട്ടോളി. പേരോടിനെ പറ്റിയിട്ട് ഒറ്റ വരിയുള്ളൂ, ഒരു വരിയുള്ളൂ. മറ്റേത് പിന്നെ അടുപ്പും കല്ലിൻ്റെ ഒരു വരിയുള്ളൂ, അന്നമാതിരി ഇതുവരെ വരിയുള്ളൂ. കനകനിലാവല്ലോ മലയാളക്കരയിലോദിത്ത പൊങ്കമറാണല്ലോ ഇൽമിൽ തോപ്പിൽ പാറും സുന്ദര പൂവിതളാണല്ലോ സുന്നി മക്കൾ കാശ നിറഞ്ഞൊരു പൊൻകമറാണല്ലോ. കേട്ട് ഞങ്ങൾ പേരോടുസ്ഥാനെ പറ്റിയിട്ട് മൗലാന പേരോടുസ്ഥാനെ പറ്റിയിട്ട് പാടിയ പാട്ട് കേട്ടില്ല? എന്താലേ പാട്ട്, അടിപൊളി പാട്ട്. ഇനി ഇതിൽ നൗഷാദെ എന്നെ വെല്ലുവിളിക്കാണ്, ഇതിൽ എവിടെയാടാ ഷിർക്ക് കാട്ടിക്കൊണ്ടാ ഈ ഞങ്ങൾക്ക് മൗലാനെ പറ്റിയിട്ടേ കാര്യം പറയണ്ടാകുക. പറയാ ഒന്ന് കേൾക്കാനേ നമുക്ക്. അതിലാദ്യത്തെ വരി തന്നെ പേരോടിന്റെ വാദമനുസരിച്ച് ഷിർക്കാം. എന്താ പാടിയത്? മൗലാന എന്നുള്ളത് ആരെക്കുറിച്ചാ ഖുർആൻ പ്രയോഗിച്ച്? മറുപടി നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളെ വാദമനുസരിച്ചാണ്, ഞങ്ങൾക്ക് അതിന് അർത്ഥം അറിയാത്തോണ്ടല്ല. നിങ്ങളെ വാദമനുസരിച്ചിട്ടാണ്, മറുപടി നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാഞ്ഞിട്ടല്ല. മൗലാന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശദീകരിച്ചോളി. മൗലാന എന്ന് പറ്റി ആരെ പറ്റിയിട്ടാണ് പറയണത്? ഓൻ്റെ മൊയന്തേ, വല്ലാത്ത മൊയൻ തന്നെയാണ് ചിട്ടോ, വല്ലാത്തൊരു മൊയന്ത് എന്ന് പറഞ്ഞ മൊയൻ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞ് ഖുർആൻ ഓതുന്നുണ്ട് കേട്ടോ, ഒന്ന് ഓതട്ടോ, എന്നിട്ട് പറയാം നമുക്ക് ബാക്കി. ആമിന റസൂൽ ഇങ്ങനെ ഓതി നോക്കിയാൽ അതിൽ കാണുന്നു അന്ത മൗലാന. പടച്ചോനെ, ഖുർആനിലുള്ള അന്ത മൗലാനയാണ് പേരോടിനെ പറ്റി പറഞ്ഞത്. അള്ളാഹു കഴിഞ്ഞ് വേറെ തൊടിയിലും കൂടി ഉണ്ടല്ലോ മൗലാന, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അള്ളഹാനോടാണ് അന്ത മൗലാന, ഈ ഞങ്ങളുടെ മൗലാനയാണ്.
അള്ളഹാനോട്. അപ്പൊ അള്ളഹാനെ കുറിച്ചുള്ള പ്രയോഗമാണ് മൗലാന എന്നുള്ളത്. പടച്ച റബ്ബേ, അള്ളാനെ കുറിച്ച് ഖുർആനിൽ അന്ത മൗലാന എന്ന് പറഞ്ഞ വാക്ക് അവിടെ പേരോടിന് ഉപയോഗിച്ചിരിക്കണത്. യാ അള്ളാ, ഇനി വേറെ തൂടിയിലും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ. അതെങ്ങനെ പേരോടിന് പറ്റി? മറുപടി പറയണം. അതിന്റെ മറുപടിയൊക്കെ ഇപ്പൊ നമ്മളെ മദ്രസയിൽ 2ാം ക്ലാസ്സിലെ കുട്ടിയാൾക്ക് അറിയും. അത് നമുക്ക് പറയാം. അതിന്റെ മറുപടി എന്താന്നുള്ളത് ഇനി ബാക്കി പറയാം. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ശിർക്കല്ലേ അത്. പറയുന്നുണ്ട്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഓടച്ചോനെ, രണ്ടാമതും മൗലാന വന്നല്ലോ. ഇത് ഔലിയാക്കളിലേക്ക് ചേർക്കുമ്പോ വലിയ പ്രശ്നം. മൗലാ ഹുസൈൻ, മൗലാ അലി, ഇതൊക്കെ ഭയങ്കര പ്രശ്ന. അതെങ്ങനെ നിങ്ങൾ മൗല ചേർത്ത് പറയുന്നത്? നുണ പറയല്ലേ. എന്തുകൊണ്ടാണ് മൗലാ ഹുസൈൻ, മൗലാ ഹസൻ എന്നൊക്കെ പറഞ്ഞുകാണ്ട് മൗല ചേർത്ത് കാണ്ട് എന്തിനാ ഞങ്ങൾ പറയണത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാളും ചോദിച്ചിട്ടില്ല. അത് ഉണ്ടാക്കുകയാണ്, ഇത് കായം കൂട്ടാൻ വേണ്ടിക്കൊണ്ട് ഉണ്ടാക്കുകയാണ്. ബാക്കി പറ. മൗല എന്നാ നമ്മളെ ഉടമക്കാരൻ, നമ്മളെ രക്ഷിതാവ് എന്നൊക്കെയാണ്. ഇച്ചങ്ങായി എങ്ങനെ അതാവുക? ഏതർത്ഥത്തിലാവും മൗലാനായത്? വീഡിയോ കുറച്ച് ലെങ്ത് കൂടി ക്ഷമിക്കണം. ഏതായാലും പറയാം. ഇപ്പൊ എന്താ പറഞ്ഞേ, മൗലാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? ഈ ചെങ്ങായിക്കുന്ന കുറച്ചൊക്കെ അന്തണ്ട് വിചാരിച്ചിരുന്നു ഞാൻ കേട്ടോ. കുറച്ചെന്തെങ്കിലും അറിയുന്ന എഴുതിനോ. ഇപ്പൊ മൗലാനക്ക് അർത്ഥം വെച്ചെന്താ? ഉടമക്കാരൻ, രക്ഷിതാവ് എന്നൊക്കെ അർത്ഥാണ്. ഉടമക്കാരൻ, രക്ഷിതാവ് എന്നുള്ള അർത്ഥാണ് എന്നാണോ പറഞ്ഞത്. എങ്ങനെ ഈ ചങ്ങായി അതാവുക? ഈ ചങ്ങായി എന്നാണ് ഉദ്ദേശിക്കുന്നത് പേരോട് ഉസ്താദ് എങ്ങനെയാ അതാവുക? ഓന്റെ മൊയന്തേ, കാരുമൊയന്തേ, കാരുംപൊട്ട, അങ്ങനെ തന്നെ വിളിക്കണം എന്നെ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ മൗലാന എന്ന് പറഞ്ഞാൽ ഉടമക്കാരൻ, രക്ഷിതാവ് എന്ന് മാത്രമുള്ള അർത്ഥം. ഉടമക്കാരൻ, രക്ഷിതാവ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. എടാ ചെങ്ങായിയെ, മൗലാന എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം വെക്കണം എന്താണ്? നമ്മുടെ നേതാവ് എന്നാണ്. ഞങ്ങൾ മൗലാന പേരോട് ഉസ്താദ്, ഞങ്ങളുടെ നേതാവായ പേരോട് ഉസ്താദ്, മൗലാന കാന്തപുരം, ഞങ്ങളുടെ നേതാവായ കാന്തപുരം, മൗലാന ഖലീൽ തങ്ങൾ, ഞങ്ങളുടെ നേതാവായ ഖലീൽ തങ്ങൾ, മൗലാന പൊന്മൾ ഉസ്താദ്, ഞങ്ങളുടെ നേതാവായ പൊന്മൾ ഉസ്താദ്. അതാ ഞങ്ങൾ അർത്ഥം വെക്കണത്. അതാണ് ഇച്ചും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇജർത്ഥം വെക്കണത് എന്താ അറിയോ? മൗലാന സുലൈമാൻ ബാവ, ഞങ്ങളെ ഉടമക്കാരനായ സുലൈമാൻ ബാവ, ഞങ്ങളെ രക്ഷിതാവായ സുലൈമാൻ ബാവ. ഇജർത്ഥം വെക്കണ അങ്ങനെയാണ്. അതേമാതിരി മൗലാന കോമാട്ടുചാലിൽ അബ്ദുള്ള, ഇജർത്ഥം വെക്കണത് ഞങ്ങളുടെ ഉടമക്കാരനായ അബ്ദുള്ള, ഞങ്ങളുടെ രക്ഷിതാവായ അബ്ദുള്ള. ഇജർത്ഥം വെക്കണത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പാട്ടും ഞങ്ങളെ പാട്ടും വ്യത്യാസം. മനസ്സിലായ എനിക്ക്? ഇത് ജനങ്ങളെ പൊട്ടിച്ചല്ലോ. എൻ്റെ പുതിയ ഒന്നും അറിയില്ല ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട്. ഇവൻ പ്രിയപ്പെട്ടവരെ, ഇവൻ അർത്ഥം വെച്ച എന്താ അറിയാം നിങ്ങൾ? മൗലാനക്ക് അർത്ഥം വെച്ച കേട്ടില്ലേ? ഉടമക്കാരൻ, രക്ഷിതാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ രക്ഷിതാവും ഉടമക്കാരനും പേരോടാവുക എന്നാണോ ചോദിച്ചത്? എന്നാൽ ഞങ്ങൾ പാടുമ്പോൾ അർത്ഥം വെക്കുന്നതും ഞങ്ങൾ വിളിക്കുമ്പോൾ അർത്ഥം വെക്കുന്നതും അതല്ല അർത്ഥം പോയതേ. ഞങ്ങൾ അർത്ഥം വെക്കുന്നത് നേതാവ് എന്നുള്ള അർത്ഥത്തിലാ. അറബി പദത്തിന്റെ അർത്ഥം മാത്രമല്ല ഞങ്ങൾ വെക്കുന്നത്. മനസ്സിലായി എനിക്ക്? ഞങ്ങൾ അർത്ഥം വെക്കുന്നത് മൗലാന പേരോട് ഉസ്താദ്, ഞങ്ങളുടെ നേതാവായ പേരോട് ഉസ്താദ്, മൗലാന ഖലീൽ തങ്ങൾ, ഞങ്ങളുടെ നേതാവായ ഖലീൽ തങ്ങൾ. അതാ ഞങ്ങൾ അർത്ഥം വെക്കണത്. അപ്പൊ ശിർക്ക് വരുന്നില്ല. ഞങ്ങളുടെ നേതാവിന്റെ അർത്ഥം വെക്കണുള്ളൂ, അതിന് ശിർക്കില്ല. ആ സമയത്ത് ഇജ് വെക്കണ അർത്ഥം എന്താണ്? മൗലാന കോമാട്ടുചാലിൽ അബ്ദുള്ള, ഞങ്ങളുടെ ഉടമക്കാരനായ അബ്ദുള്ള, ഞങ്ങളുടെ രക്ഷിതാവായ അബ്ദുള്ള. ശിർക്കാണ്, കുഫറാണ്, ഇസ്ലാം ഒന്ന് പുറത്തു പോകും. ആ പാട്ട് പാടാൻ പറ്റൂല, അങ്ങനെ വിളിക്കാനും പറ്റൂല. മൗലാന സുലൈമാൻ ബാവ, ഞങ്ങളുടെ ഉടമക്കാരനായ സുലൈമാൻ ബാവ, ഞങ്ങൾ രക്ഷിതാവായ സുലൈമാൻ ബാവ, അങ്ങനെ വെക്കാൻ പറ്റൂല. എന്താ എൻ്റെ ജനങ്ങളെ പൊട്ടിസാക്കളെ കോലേ. എന്നിട്ടോ എന്ത് ചെയ്യാ? ആമനർ റസൂലുള്ള മൗലാന അത് കൊടു നിൽക്കുക. ആരേക്ക് പൊട്ടിച്ചാക്കണത്? എൻ്റെ സ്റ്റേജുമ്മ കുത്തിരുന്നുകാട്ട് ഇങ്ങനെ കുലുങ്ങി ചിരിച്ചനെ കുറച്ച് മൊയന്തുകളുണ്ടല്ലോ, ഓലയും പറ്റും. പിന്നെ കുറച്ച് കുട്ടികളുണ്ടല്ലോ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടിയും. എങ്ങനെയായാലും പരിപാടിക്കല്ല ചോറും കിട്ടിച്ചിട്ട് വരുന്ന കുട്ടികൾ ഓലയും പൊട്ടിസാക്കാം. അല്ലാതെ വേറെ ആരും പൊട്ടിസാക്കാൻ പറ്റൂല മോനെ, പറ്റൂല.
ഓ ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത്, ഖുർആനിൽ രക്ഷിതാവ് എന്നുള്ള അർത്ഥം വെച്ചിക്കണ എങ്ങായി? എന്നിട്ടോ ജനങ്ങളെ പൊട്ടീസാക്കുക. എങ്ങനെ ജനങ്ങൾ ഇപ്പൊ ഈ അർത്ഥം വെച്ചപ്പോഴാണ് എനിക്ക് പണ്ട് നമ്മളെ മുള്ളൂർക്കര ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിലുണ്ട്, നിങ്ങളെ ഖുർആനിൽ ഒരു നിരീശ്വരവാദി ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളെ ഖുർആനിൽ ബസ്സിനെ പറ്റി പറഞ്ഞിരിക്കണോ ചോദിച്ചു. ഇതാവക്കാത്തിൽ വാക്യ എന്നുള്ള സൂറത്തിലുണ്ടല്ലോ, ബസ്സം ബസ്സ ഫക്കാനത്ത് ഹബ അമ്മും ബസ്സ. നിങ്ങൾ ലിമിറ്റഡ് ബസ്സിനെ പറ്റി പറഞ്ഞിരിക്കണോ? ബസ്സാന്നുണ്ട്. പിന്നെ സ്പീഡിൽ പോണ ബസ്സിനെ പറ്റി പറഞ്ഞിരിക്കണോ? ബസ്സം ബസ്സ. ലിമിറ്റഡ് സ്റ്റോപ്പിനെ പറ്റി പറഞ്ഞിരിക്കണോ? ഫക്കാനത്ത് ഹബ അമ്മും ബസ്സ. അതിനേക്കാളും മുന്നേ പോണ ബസ് എന്നൊക്കെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പൊട്ടിച്ചാൻ വേണ്ടി കണ്ടിട്ടില്ലേ പറച്ചില്. എന്നതുപോലെ ഇവ എന്ത് ചെയ്യാ? ഓ മൗലാന എന്ന് ഖുർആനിൽ ആമനുർ റസൂലിലുണ്ട്. എങ്ങനെ ഇതുവരെ പറ്റി പറയുന്നു പാടുക? വല്ലാത്തൊരു ബുദ്ധിയും കണ്ടുകൊടുത്താൻ കേട്ടോ മോനെ. ഇത് ബുദ്ധിയുള്ള ജനങ്ങളുടെ അടിയിൽ പറ്റൂല. ജനങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞിക്കണ്. കുരുവട്ടൂരികൾ ലോകകള്ളന്മാരാണെന്ന് മാത്രമല്ല, അന്നെങ്ങാനും ആദനവിനെ പഠിച്ച നെജ്ജുണ്ടെങ്കിൽ അന്യകാരം നാട്ടിൽ തച്ചിക്കുക. ഇബിലീസിനാവില്ല. അത്ര വലിയ ഇബിലീസിന്റെ വലിയ പേച്ച് ജനങ്ങളെ പറ്റിച്ച നോക്കിങ്ങള്. എന്താ പറയണത്? മൗലാനക്ക് അർത്ഥം വെച്ചതാ ഉടമക്കാരൻ എന്നും രക്ഷിതാവ് എന്നും മാത്രമാണ്. അത് മാത്രല്ല അർത്ഥം, നമ്മുടെ നേതാവ് എന്നുള്ള അർത്ഥമുണ്ട്. ഏതിനക്ക്? മൗലാനക്ക് ഞങ്ങളെ നേതാവ്, നമ്മുടെ നേതാവ്. ഗൂഗിളിലെങ്ങനെ ഒന്ന് ചർച്ച ചെയ്ത് പോയിക്കൂടെ മൗലാനക്ക് എന്താ അർത്ഥം എന്നുള്ളത്? എന്നിട്ടൊന്ന് സ്റ്റേജ് കയറിയാണ്ട് പറഞ്ഞൂടെ? ആരെ പറ്റിച്ചത്? അതിന് കാന്തപുരത്തിന്റെ മക്കളെ പറ്റൂലൊട്ടിയേ. ഐറ്റങ്ങൾ ഏതാ മുതലേറിയിച്ച്? ഐറ്റങ്ങൾ ചില്ലറൊന്നുമല്ല.